മുൻപോട്ട് പോകുവാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും എത്തപ്പെടാറുണ്ട്. ഒരുപക്ഷെ ആർക്കും സഹായിക്കുവാനും കരുതുവാനും കഴിയാത്ത ഒത്തിരി സമയങ്ങളും ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ എത്തപ്പെടും. എന്നാൽ പ്രതിസന്ധിയുടെ മുൻപിൽ ഭയന്നും വിറച്ചും ക്ഷീണിച്ചും മരവിച്ചും നിൽക്കുവാനല്ല, ദൈവാലോചന പ്രാപിച്ച, ദൈവശക്തി പ്രാപിച്ച, ദൈവഹിതമേറ്റെടുത്ത ദൈവ പൈതൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക എന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കാം. അതെ, ജീവിതത്തിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് മോശയും ഇസ്രായേൽ മക്കളും എത്തപ്പെട്ടിരിക്കുന്നത്. കാരണം മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ഫറവോനും കൂടെയുള്ളവരും ദൈവമക്കളെ പിന്തുടർന്ന് പിടിക്കും, കൊള്ള പങ്കിടും, നശിപ്പിക്കും എന്ന അവകാശവുമായി അവർക്ക് നേരെ എഴുന്നേറ്റ് അവരെ തോൽപ്പിച്ച് കളയുവാൻ മുൻപോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 14-13, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം മുൻപോട്ട് പോകുമ്പോൾ പകച്ചു നിൽക്കുകയല്ല, ഭയപ്പെടാതെ ദൈവവാക്കനുസരിച്ച് മുൻപോട്ട് പോകുകയാണ് വേണ്ടുന്നത്. 2, ദൈവവാക്ക് കേട്ട് നാം മുൻപോട്ട് പോകുമ്പോൾ ഉറച്ചു നിൽക്കുക. ദൈവിക അത്ഭുതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിത്തരും. 3, ദൈവം ഒരുക്കുന്ന വഴി ശത്രു ഒരിക്കലും കാണാവുന്നതിലും ഗ്രഹിക്കാവുന്നതിലും കണക്ക് കൂട്ടുന്നതിലും മേൽത്തരമായിരിക്കും. അതുകൊണ്ട് പ്രതിസന്ധിയെ കണ്ട് ഭയന്ന് നിൽക്കുവാനല്ല, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവശബ്ദം കേട്ട് മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും പ്രതിസന്ധിയുടെ നടുവിൽ കരയുന്നവരായി നാം തീർന്നു പോകുന്നുവെങ്കിലും ധൈര്യപ്പെട്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് കൃപയോടും ഉറപ്പോടും ആത്മബലത്തോടും കൂടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സർവശക്തനാകുന്ന ദൈവത്താൽ നിയോഗവും അനുഗ്രഹവും പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.